ഹലോ ഗൈസ്, എപ്പോഴും വാട്ടേറ്റിനേടി റെസിപ്പീസും ഫുഡ് ബ്ലോഗ്സും മാത്രം ഇട്ടാൽ മതിയോ? നമ്മുടെ കാർ ഉടനെ കിട്ടും. അപ്പോൾ കുറച്ച് ജേർണി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഗൈസ്, നമ്മൾ ഫുഡും കഴിച്ചത് എൻ്റെ പാൻറ്റ് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു ഡെയിലി റൊട്ടീനാണ് ഈ ഒരു അടിച്ചു വരിക എന്നുള്ളത്. അപ്പോൾ പോണതിന് മുമ്പ് അടിച്ചു വരി വെച്ചു. ഫേസും കാര്യങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് നമ്മൾ ഡവിൻ്റെ സോപ്പ് വെച്ചിട്ടാണ് വാഷ് ചെയ്യേണ്ടത്. നമ്മുടെ ഫേസ് മാസ്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫേസ് വാഷും മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സ് കാലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. പിന്നെ ഞാനൊരു ബനിയനും ബാഗി ജീൻസും അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ് പോകണം. ഗൈസ് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയാൽ മാത്രം പോരാ, ക്യാമറ ഓഫ് ആക്കും കൂടി വേണേ. നമ്മുടെ വണ്ടിയും കൊണ്ട് അച്ഛൻ നേരത്തെ കോഴിക്കോട് പോയി. സോ ഞാനും അമ്മയും ഇന്ന് ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ് ഓട്ടോറിക്ഷ വന്നിട്ടില്ല. വണ്ടിയാണ് ഈ അച്ഛനെയും കൊണ്ടുപോയി. നമ്മൾ വിളിച്ച ഓട്ടോറിക്ഷ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല. കറക്റ്റ് ഒരു 3 മണിയായപ്പോൾ നമ്മുടെ ഓട്ടോ എത്തിയിട്ടുണ്ട്. 3 മണിക്ക് തന്നെയാണ് ഡോക്ടർ എടുത്ത. അച്ഛൻ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ ഈ ഒരു ചീട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സോ എന്നെ തന്നെയാണ് ആദ്യം വിളിക്കുന്ന പ്രതീക്ഷയോടെ ഞാൻ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുന്നുണ്ട്. ഒരു തള്ളെന്നെ കുറേ നേരം നോക്കുന്നു. വീഡിയോ എടുക്കുമ്പോഴും നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടക്കണ്ണ് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴൊന്നും സ്വയം തരില്ല ഗൈസ്. പ്രതീക്ഷിച്ച പോലെ തന്നെ അധികം തിരക്കുണ്ടായതിൽ ആദ്യം തന്നെ ഇനിയും വിളിച്ചിട്ടുണ്ടോ വിസ്മയ എന്നുള്ള വീഡിയോ എടുപ്പോൾ ഞാൻ ഓടിട്ടോ. അങ്ങനെ ഈ പല്ലിൽ എന്തൊക്കെയോ സുഖാമണികളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ പോലെ നല്ലൊരു വേദന, പെയിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബില്ലും കാര്യങ്ങളെല്ലാം കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇതേ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിതേ പോവാണ് ഗൈസ്. ഈ പല്ല് ഡോക്ടറെ കാണിച്ചതിന് ശേഷം നമ്മുടെ പല്ലിൽ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഗൈസ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഫുട്പാത്ത് കൂടെ കുറച്ച് നേരം നന്നതിന് ശേഷം അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. അപ്പം നമ്മൾ നേരെ വെച്ച് വിട്ടു അതിനങ്ങാടിക്ക്. അങ്ങനെ നമ്മളിതേ ഓട്ടോയിൽ കയറി കുറച്ച് ഫാസ്റ്റിലായിരുന്നു പോയിണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 3:20 ആണ്. അതായത് 3:25 ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ശരിക്കും വിട്ടിട്ടുണ്ടാവും ഗൈസ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഗേറ്റിന് മുമ്പിൽ എത്തി. ഒരു അരമണിക്കൂറോണ്ടാണ് ഞാൻ അമ്മയെ ക്ലിനിക്കിൽ പോയിട്ട് കാണിച്ചു വന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു ഗ്രേ കളറിലൊരു എന്തോ വള്ളി വയർ എന്തൊക്കെയോ എന്താ പല്ലിൽ ഇങ്ങനെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിത് അകത്ത് കയറിയിട്ടുണ്ട്. ചാവിയൊക്കെ തുറന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ